+2 റിസൾട്ട് വന്നു. വിജയിച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. വിജയിച്ച കൂട്ടുകാർക്ക് ഒരു അടിപൊളി ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഫ്രീ ആയിട്ട് തരട്ടെ. ഒപ്പം പരാജയപ്പെട്ടവർ ഒരിക്കലും നിരാശപ്പെടരുത്. ഇതൊന്നിന്റെയും അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. വീറോടെ വാശിയോടുകൂടെ ഫോക്കസ് ചെയ്ത് പഠിച്ചും വിജയിച്ച് മുന്നേറി വരിക. അപ്പം പാസ്സായിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പഠനത്തിന് ഒരു സഹായം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ സമ്മാനം നമ്മളെ ഭാഗത്തുനിന്ന്, അതായത് അടുത്ത 7 ദിവസത്തിനുള്ളിൽ 2025 മെയ് 30 അഡ്മിഷൻ എടുക്കുന്ന കൂട്ടുകാരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന 10 പേർക്ക് ഫ്രീ ആയിട്ട് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ സൗജന്യമായി നൽകുന്നുണ്ട്. ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ ഹയർ സ്റ്റഡീസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഏറ്റവും മികച്ച കോളേജുകൾ കഴിഞ്ഞ ഡിസംബറോടുകൂടെ തന്നെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച കോളേജുകളൊക്കെ അഡ്മിഷൻ ക്ലോസിംഗ് സ്റ്റേജിലാണ്. പല കോളേജുകളും സീറ്റുകൾ ഫില്ലായിട്ടുണ്ട്. മറ്റു കോളേജുകളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസിംഗ് സ്റ്റേജിലാണ്. ഏറ്റവും മികച്ച കോളേജിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി കാലതാമസം വരാതെ, ഡിലേ ആവാതെ, +2 റിസൾട്ട് ഒക്കെ വന്നു ഫ്രീ ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇനിയൊരു ഡിലേ വരാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. വെറും 10,000 രൂപ കോളേജിന്റെ അക്കൗണ്ടിലേക്ക് അടച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഓർക്കുക, കോളേജിന്റെ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. കൂടാതെ അടക്കുന്ന എമൗണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഫീസിലേക്കുള്ള അഡ്വാൻസ് പേയ്മെന്റ് ആണ്. പ്രീ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അഡ്മിഷൻ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ പ്രത്യേകിച്ച് ഒരു ഫീസോ ചാർജോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അടക്കുന്ന എമൗണ്ട് നിങ്ങളുടെ ടോട്ടൽ ഫീസിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഏറ്റവും മികച്ച കോളേജുകളിൽ അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഡിലേ വരാതെ വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തിട്ട് അഡ്മിഷൻ ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പറിൽ ടാഗ് ലൈനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന നഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഏറ്റവും മികച്ച കോളേജിൽ പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. 2, അതേ ഫീസ് കൊടുത്തുകൊണ്ട് തന്നെ ഒരു മീഡിയം കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഒരു ആവറേജ് കോളേജിലോ പോയി പഠിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് താമസിക്കാതെ ഒരു ഡിസിഷൻ എടുക്കുക. ഏറ്റവും മികച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. അത്ര മികച്ച കോഴ്സുകൾക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്ന് നോക്കിയിട്ട് അത്തരം കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുക. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻസോ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഏതൊക്കെ കോഴ്സുകളാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള, ഡിമാൻഡുള്ള, നല്ല സ്കോപ്പുള്ള കോഴ്സുകൾ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അത്തരം കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച കോളേജുകൾ ഏതൊക്കെയാണ്. കാരണം എല്ലാ കോളേജുകളും എല്ലാ കോഴ്സുകൾക്കും മികച്ചതല്ല. ഇപ്പൊ നഴ്സിംഗ് പോലെയുള്ള മെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ അത്തരം കോഴ്സുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എഞ്ചിനീയറിംഗ് അവരുടെ ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അവരുടെ ഒരു കോർ കോഴ്സായിട്ട് ഫോക്കസ് ചെയ്ത് റൺ ചെയ്യുന്ന കോളേജുകളിലാണ് ബിടെക് പഠിക്കേണ്ടത്. അങ്ങനെയുള്ള കോളേജുകളിൽ നിങ്ങൾ മാനേജ്മെന്റ് കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഒരു മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മാനേജ്മെന്റ് കോഴ്സുകൾ ഫോക്കസ് ചെയ്ത് റൺ ചെയ്യുന്ന കോളേജുകളിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച കോളേജ് ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും അത്തരം കോളേജുകളിൽ 1 രൂപ പോലും സർവീസ് ചാർജ് ഇല്ലാതെ, തേർഡ് പാർട്ടിയുടെ ഇടപെടലുകളില്ലാതെ, പറ്റിക്കപ്പെടലുകൾക്ക് വിധേയമാകാതെ, സാമ്പത്തിക ചൂഷണങ്ങൾക്ക് വിധേയമാകാതെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് A to Z കാര്യങ്ങൾ 1 രൂപ സർവീസ് ചാർജ് മേടിക്കാതെ നമ്മൾ ചെയ്തു തരും. അഡ്മിഷൻ എടുക്കുന്നതോടുകൂടെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ബാംഗ്ലൂരിൽ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള, ഇവിടെ സ്ഥിരതാമസമായിട്ടുള്ള എൻ്റെ സർവീസ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സമയത്തും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോഴ്സിന്റെ കാലയളവിലും കോഴ്സ് കഴിഞ്ഞ് പ്ലേസ്മെന്റ് ആവുന്നത് വരെ, അതായത് നിങ്ങളുടെ 3 വർഷത്തെയോ 4 വർഷത്തെയോ അടുത്ത ഒരു അക്കാഡമിക് ലൈഫിൽ നിങ്ങളുടെ ഒരു സഹോദരനായിട്ട്, ഏട്ടനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല ഗാർഡിയനായിട്ട് നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ സമയം കളയാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ 30-ാം തീയതിക്കുള്ളിൽ മെയ് 30-നുള്ളിൽ അഡ്മിഷൻ എടുക്കുന്ന കൂട്ടുകാരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 10 പേർക്ക് തികച്ചും സൗജന്യമായിട്ട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു പഠന സഹായം എന്നുള്ള രീതിയിൽ സൗജന്യമായി നൽകുന്നുണ്ട്. ഈ അവസരവും ഉപയോഗപ്പെടുത്തുക. പുതിയ കോഴ്സുകളുടെ വിശേഷങ്ങളുമായിട്ട്, നല്ല ക്യാമ്പസുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം നിർത്തുന്നു. ദിസ് ഇസ് മനാഫ് സൈനിങ് ഓഫ്.